ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമായി ഹാപ്പി ആയിരിക്കണോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിന്ന് നല്ല മഴയാണ് കേട്ടോ. രാവിലെ തൊട്ട് നല്ല മഴ. അവർ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ മക്കളൊക്കെ അങ്ങോട്ട് സ്കൂളിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വർക്കിന് ഇറങ്ങി കേട്ടോ. റൂമിൽ ബെഡൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പുതപ്പൊക്കെ ഒന്ന് വിരിച്ചിടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ അതിന് ശേഷം കിച്ചണിലേക്ക് മെല്ലെ വന്നു. രാവിലത്തേക്ക് അമ്മ ഇഡ്ഡലി അതൊക്കെ അമ്മ ഉണ്ടാക്കി ഫുഡൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ കുറച്ച് പാത്രമുണ്ട്, അതൊക്കെ ഒന്ന് കഴുകുകയാണ്. അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ഗ്യാസ് അടുപ്പ് അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി ഇടുകയാണ്. രാവിലെ നേരത്തെ പെട്ടെന്ന് എണീക്കുമ്പോൾ ഹാഷിക്കുട്ടി ഓടി വരുന്നതുകൊണ്ട് പെട്ടെന്ന് ചില സമയങ്ങളിൽ കിച്ചണിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഉമ്മ കയറും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് മക്കൾ പോയാലും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തിരക്കാണ്. ഫുഡ് ഉണ്ടാക്കി കഴിയണവരെയും അവിടെ നിന്ന് വൃത്തിയാക്കണവരെയും. അപ്പോൾ ഇന്ന് ഞാൻ തിരുമ്പാനിടണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചു. മഴ കണ്ടപ്പോൾ പിന്നെ മടിയായി കേട്ടോ. പിന്നെ അതിന് നിന്നില്ല. അപ്പോൾ ക്ലീനിങ് പരിപാടി ചെറുതായിട്ട് കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി രസത്തിൻ്റെ റെസിപ്പി നോക്കാം. വെളുത്തുള്ളി അത് തൊലി കളയാണ്ട് അങ്ങനെ ഇടുക. പിന്നെ കുരുമുളക്, സാദാ ജീരകം, ഉലുവ എന്നിവ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ട് കടുകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം നമ്മുടെ ക്രഷ് ചെയ്തതും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഇത് പുളിവെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് നമുക്ക് എത്രയാണ് രസത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോഴേക്കും ആദമ വന്നിട്ടുണ്ടായിരുന്നു. അവനെ കടയ്ക്ക് പോയിട്ടുണ്ട്. അവന് മല്ലിയില വാങ്ങാൻ പോയതാണ് കേട്ടോ. മല്ലിയില ഇല്ലാണ്ട് എന്ത് രസം. അപ്പോൾ അവൻ അതൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ അത് നുറുക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ചിക്കൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായ ശേഷം പെരുജീരകം പൊട്ടിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നന്നായി ഉടഞ്ഞ ശേഷം നമുക്ക് മുളക് പൊടി എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ കഴുകി വെച്ച് ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെള്ളമില്ലാണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് മല്ലിയിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഈ രസവും ചിക്കൻ വരട്ടും നല്ല ടേസ്റ്റാണ്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും, ഞങ്ങൾ വേറെ സെറ്റും ഉണ്ടാക്കും.